പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളേവരെയും VHSE വിദ്യാലയത്തിലേക്കും ഡയറ്റ് അസിസ്റ്റൻറ്റ് കോഴ്സിലെ അടുത്ത ക്ലാസ്സിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡിഫറെൻറ്റ് കുക്കിംഗ് മെത്തേഡ്സ് എന്ന ടോപ്പിക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്ന വിവിധ രീതികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. എന്താണ് കുക്കിംഗ്? The process of subjecting food to the action of heat is termed cooking. ഭക്ഷണം ചൂടിന് വിധേയമാക്കുന്ന പ്രക്രിയയാണ് കുക്കിംഗ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കുക്കിംഗ്. ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? 1. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ്. ഭക്ഷണം ചൂടാക്കുന്നത് വഴി മൈക്രോബ്സ് അഥവാ സൂക്ഷ്മജീവികൾ നശിക്കുന്നു. മൈക്രോബ്സിന് രോഗമുണ്ടാക്കാനുള്ള കഴിവുണ്ട്. പാകം ചെയ്ത ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ രോഗാണു നശിക്കുകയും രോഗസാധ്യത കുറയുകയും ചെയ്യുന്നു. 2. ഇംപ്രൂവ്സ് ഡൈജഷൻ. ദഹനം മെച്ചപ്പെടുത്തുന്നു. ഭക്ഷണപദാർത്ഥം ചൂടാക്കുമ്പോൾ അവ മൃദുവാവുകയും അങ്ങനെ ദഹനം സുഗമമാകുകയും ചെയ്യുന്നു. 3. ഇംപ്രൂവ്സ് ടേസ്റ്റ് ആൻഡ് ഫുഡ് ക്വാളിറ്റി. പാകം ചെയ്ത ഭക്ഷണം കാഴ്ചയിലും രുചിയിലും മണത്തിലും ഗുണത്തിലും മെച്ചപ്പെടുന്നു. 4. ഇൻട്രൊഡ്യൂസസ് വെറൈറ്റി. ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നും വിവിധ തരം വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുന്നു. റൈസിൽ നിന്നും പുലാവ്, ലെമൺ റൈസ്, ഫ്രൈഡ് റൈസ്, ധാന്യങ്ങളുമായി ചേർന്ന് ഇഡ്ഡലി, ദോശ മുതലായ വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുന്നു. 5. ഇൻക്രീസസ് ഫുഡ് കൺസപ്ഷൻ. പാകം ചെയ്ത് കഴിയുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഉപയോഗം കൂടുന്നു. അതിനാൽ ശരീരത്തിന് വേണ്ട പോഷക ലഭ്യതയും കൂടുന്നു. 6. ഇൻക്രീസസ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. പോഷക ഘടകങ്ങളുടെ ലഭ്യത കൂടുന്നു. ഉദാഹരണത്തിന് റോ എഗ് അഥവാ പാചകം ചെയ്യാത്ത എഗ്ഗ് ഉപയോഗിക്കുമ്പോൾ എഗ്ഗിൽ അടങ്ങിയിരിക്കുന്ന അവിഡിൻ എന്ന പ്രോട്ടീൻ ബയോട്ടിൻ എന്ന വൈറ്റമിനുമായി ബൈൻഡ് ചെയ്യുന്നു. അതിനാൽ ബയോട്ടിൻ ലഭ്യമാകുകയില്ല. പാചകം ചെയ്യുമ്പോൾ അവിഡിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയും ബയോട്ടിനുമായി ബൈൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതിനാൽ ബയോട്ടിൻ്റെ ലഭ്യത കൂടുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് വാല്യൂ ഇൻക്രീസസ്. ആൻറ്റി ഓക്സിഡൻ്റെ ലഭ്യത കൂടുന്നു. എന്താണ് ആൻറ്റി ഓക്സിഡൻസ്? ആൻറ്റി ഓക്സിഡൻസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ പ്രിവെൻറ്റ് ഓർ സ്ലോ ഡൗൺ സെൽ ഡാമേജ് കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് കൊണ്ടുണ്ടാകുന്ന കോശനാശനം തടയാൻ കഴിയുന്ന സബ്സ്റ്റൻസുകളാണ് ആൻറ്റി ഓക്സിഡൻസ്. ഇതര തന്മാത്രകളുടെ ഓക്സീകരണത്തെ തടയുന്ന തന്മാത്രകളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഇവയ്ക്ക് കോശനാശനത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് കോശനാശനം തടയാൻ കഴിവുണ്ട്. ആൻറ്റി ഓക്സിഡൻസിന് ഉദാഹരണം ബീറ്റ കരോട്ടിൻ, ലൈക്കോപ്പീൻ, സെലീനിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ മുതലായവയാണ്. ആൻറ്റി ഓക്സിഡൻസിൻ്റെ ലഭ്യത പാചകം ചെയ്യുമ്പോൾ കൂടുന്നു. ഉദാഹരണത്തിന് ടൊമാറ്റോ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ എന്ന പിഗ്മെൻറ്റ് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. പാചകം ചെയ്യാതെ കഴിക്കുമ്പോൾ ലൈക്കോപ്പീൻ്റെ ലഭ്യത കുറയുന്നു. റോൾ ഓഫ് ഹീറ്റ് ഇൻ കുക്കിംഗ്. കുക്കിങ്ങിൽ ഹീറ്റിൻ്റെ കർത്തവ്യം എന്താണ്? The main thing in cooking is heat. There are two basic rules of heat. Heat is energy and moves towards the direction of cold. If food is uniformly the same temperature as its surroundings, no heat transfer will occur. ഭക്ഷണം പാകം ചെയ്യുന്നത് ചൂട് നൽകിയാണ്. ഹീറ്റ് കുക്കിങ്ങിൽ വളരെ ആവശ്യമുള്ള ഘടകമാണ്. ഒരു പ്രതലത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് താപോർജ്ജം സഞ്ചരിക്കുമ്പോഴാണ് ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നത്. 2 അടിസ്ഥാന തത്വങ്ങൾ ഹീറ്റിനെ സംബന്ധിച്ചുണ്ട്. ഹീറ്റ് അഥവാ താപം ഒരു ഊർജമാണ്. ഹീറ്റ് ചൂടുള്ള ദിശയിൽ നിന്നും താപം കുറഞ്ഞ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു.
ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണ പദാർത്ഥത്തിൻ്റെയും ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെയും താപനില ഒന്നാണെങ്കിൽ അവിടെ താപ കൈമാറ്റം നടക്കുന്നില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ്. ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ തത്വം എന്താണ്? താപം അഥവാ ഹീറ്റ് ഭക്ഷണത്തിലൂടെ കൈമാറ്റം ചെയ്യുന്നത് 3 രീതികളിലൂടെയാണ്. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. കണ്ടക്ഷൻ. This is transfer of heat to a solid object by contact. ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനിലയിലേക്ക് താപം പ്രവഹിക്കുന്നു. ഇതിനെ കണ്ടക്ഷൻ എന്ന് പറയുന്നു. കൺവെക്ഷൻ. കൺവെക്ഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഗ്യാസസിലും ലിക്വിഡ്സിലും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ. റേഡിയേഷൻ. റേഡിയേഷൻ ഇൻവോൾവ്സ് transfer of heat by electromagnetic waves such as infrared and microwaves. വേറൊരു വസ്തുവിൽ നിന്നും വമിക്കുന്ന ഊർജം കൊണ്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. ഈ എനർജി ഫുഡ് അബ്സോർബ് ചെയ്യുന്നു. ഇൻഫ്രാറെഡ് വേവ്സ്, മൈക്രോവേവ്സ് ഇവ സാധാരണ കുക്കിങ്ങിനായി ഉപയോഗിക്കുന്ന റേഡിയേറ്റീവ് എനർജിയാണ്. കുക്കിംഗ് മെത്തേഡ്സ്. ഭക്ഷണം പാകം ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സാധാരണയായി കുക്കിംഗ് ഡ്രൈ ഹീറ്റ് വഴിയോ മോയ്സ്റ്റ് ഹീറ്റ് വഴിയോ ആണ് നടക്കുന്നത്. കുക്കിംഗ് മെത്തേഡ്സിനെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്, ഡ്രൈ ഹീറ്റ് മെത്തേഡ്, കോമ്പിനേഷൻ മെത്തേഡ്, അതർ മെത്തേഡ്സ്. മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡിൽ വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചാണ് കുക്കിംഗ് നടക്കുന്നത്. ഡ്രൈ ഹീറ്റ് മെത്തേഡിൽ എയർ അല്ലെങ്കിൽ ഫാറ്റ് ഉപയോഗിച്ചാണ് കുക്കിംഗ് നടക്കുന്നത്. കോമ്പിനേഷൻ മെത്തേഡിൽ ഡ്രൈ ഹീറ്റും മോയ്സ്റ്റ് ഹീറ്റും ഉപയോഗിക്കുന്നു. അതർ മെത്തേഡ്സിൽ മൈക്രോവേവ് കുക്കിംഗ്, സോളാർ കുക്കിംഗ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഓരോ കുക്കിംഗ് മെത്തേഡ്സും എന്ന് നമുക്ക് വിശദമായി പഠിക്കാം. മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്. മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡിൽ വരുന്ന മറ്റ് കുക്കിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ബോയിലിംഗ്, സ്റ്റൂയിങ്, സ്റ്റീമിംഗ്, പ്രഷർ കുക്കിംഗ്, പോച്ചിങ്, ബ്ലാഞ്ചിങ് ഇവയെല്ലാം മോയ്സ്റ്റ് ഹീറ്റ് കൊണ്ടുള്ള കുക്കിംഗ് മെത്തേഡ്സ് ആണ്. ഡ്രൈ ഹീറ്റ് കുക്കിംഗ് മെത്തേഡ്സിൽ വരുന്ന പാചക രീതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. റോസ്റ്റിംഗ്, ഗ്രില്ലിംഗ്, ടോസ്റ്റിംഗ്, ബേക്കിംഗ്, സോട്ടിംഗ്, ഫ്രൈയിങ്. കോമ്പിനേഷൻ മെത്തേഡിൽ വരുന്ന പാചക രീതിയാണ് ബ്രേസിംഗ്. അതർ മെത്തേഡ്സിൽ വരുന്ന കുക്കിംഗ് മെത്തേഡാണ് മൈക്രോവേവ് കുക്കിങ്ങും സോളാർ കുക്കിങ്ങും. Moist heat methods. These are the methods in which we use the heat generated by water in some form or the other. വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചുള്ള പാചക രീതിയാണ് മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ആദ്യമായി പഠിക്കുന്നത് ബോയിലിംഗ്. ഫുഡ് ആർ കുക്ക്ഡ് ബൈ പ്ലേസിംഗ് ദം ഇൻ ബോയിലിംഗ് വാട്ടർ at 100 degree and maintain this temperature till the desired stage of cooking has been reached. ബോയിലിംഗ് വാട്ടറിൽ പാചകം ചെയ്യേണ്ട ഭക്ഷണം വയ്ക്കുന്നു. ഈ ടെമ്പറേച്ചർ ആവശ്യത്തിനുള്ള കുക്കിംഗ് എത്തുന്നത് വരെ നിലനിർത്തുന്നു. ബോയിലിംഗ് വഴി പാചകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റൈസ്, പൾസസ്, പൊട്ടറ്റോ. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ബോയിലിംഗ്. ബോയിലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സിമ്പിൾ മെത്തേഡ്, ലളിതമായ കുക്കിംഗ് മെത്തേഡാണ്. 2. ബോയിലിംഗ് ഓഫ് ഫുഡ് ബ്രിങ്സ് അബൌട്ട് യൂണിഫോം കുക്കിംഗ് ഓഫ് ഫുഡ്. ഭക്ഷണം ബോയിൽ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള കുക്കിംഗ് സാധ്യമാകുന്നു. 3. അറ്റ് ഹൈ ടെമ്പറേച്ചർ പ്രോട്ടീൻ കണ്ടൻറ്റ് ഓഫ് ഫുഡ് ഗെറ്റ് ഡീനേച്ചേർഡ് ആൻഡ് എംബഡഡ് ഇൻ ഫുഡ്. ഹൈ ടെമ്പറേച്ചറിൽ പ്രോട്ടീൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരികയും അങ്ങനെ ഡീനേച്ചേർഡ് ആവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഭക്ഷണത്തിന് പ്രോട്ടീൻ്റെ അളവ്
കൂടുതലായി ലഭിക്കുന്നു. 4. ബോയിലിംഗ് ഓഫ് ഫുഡ് എയ്ഡ്സ് ഇൻ പ്രോപ്പർ ഡൈജഷൻ. ബോയിലിംഗ് വഴി കുക്ക് ചെയ്ത ഫുഡ് ദഹിക്കാൻ എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബോയിലിംഗ്. 1. ദ പ്രോസസ് ഓഫ് ബോയിലിംഗ് ടേക്സ് ടൈം. ബോയിലിംഗ് കൂടുതൽ സമയമെടുക്കുന്ന ഒരു കുക്കിംഗ് മെത്തേഡാണ്. 2. വെൻ എക്സസ് ഓഫ് വാട്ടർ ഈസ് യൂസ് ദ വാട്ടർ സോളബിൾ ന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻ സി ആർ ലോസ്റ്റ്. വാട്ടർ സോളബിൾ വൈറ്റമിൻ ആയ വൈറ്റമിൻ സി കൂടുതൽ നേരം ഭക്ഷണം പാകം ചെയ്യുകയോ കൂടുതൽ എമൗണ്ടിൽ വാട്ടർ യൂസ് ചെയ്യുകയോ ചെയ്താൽ നഷ്ടപ്പെടുന്നു. 3. ലോസ് ഓഫ് മിനറൽസ് എസ്പെഷ്യലി സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഡ്യൂ ടു ലീച്ചിങ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ മിനറൽസ് നഷ്ടപ്പെടുന്നു. 4. ബോയിലിംഗ് ഓഫ് ഫുഡ് ബ്രിങ്സ് അബൌട്ട് ഇറ്റ്സ് ഡീകളറേഷൻ. ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഭക്ഷണത്തിൻ്റെ തനതായ നിറത്തിന് വ്യത്യാസം വരുന്നു. എക്സാമ്പിൾ ബീട്രൂട്ട്. 5. കണ്ടിന്യൂസ് എക്സസീവ് ബോയിലിംഗ് ലീഡ്സ് ടു ഡാമേജ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ടെക്സ്ചർ ഓഫ് ഫുഡ്. കൂടുതൽ നേരം ബോയിൽ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിൽ അടുത്തതായി പഠിക്കുന്നത് സ്റ്റൂയിങ്. Stewing refers to the simmering of food in a pan with a tight-fitting lid using small quantities of liquid to cover only half the food. This is a slow method of cooking. സ്റ്റൂയിങ്ങിൽ പാകം ചെയ്യേണ്ട ഭക്ഷണം ഒരു പാനിൽ എടുക്കുകയും അതിൻ്റെ പകുതി മാത്രം ലിക്വിഡ് എടുക്കുകയും ചെയ്യുന്നു. ഇവ നന്നായി ഒരു ടൈറ്റ് ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. ലിക്വിഡ് ബോയിൽ ചെയ്തതിന് ശേഷം ഹീറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ആപ്പിൾ, വെജിറ്റബിൾസ്, ലെഗ്യൂംസ് ഇവയൊക്കെയാണ് സാധാരണയായി സ്റ്റൂ ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റൂയിങ്. എന്തൊക്കെയാണ് സ്റ്റൂയിങ്ങിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഈസ് അവോയ്ഡഡ് ആസ് വാട്ടർ യൂസ് ഫോർ കുക്കിംഗ് ഈസ് നോട്ട് ഡിസ്കാർഡഡ്. പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. പാകം ചെയ്യുന്ന ലിക്വിഡ് ഉപയോഗിക്കുന്നത് കാരണം ന്യൂട്രിയൻസിൻ്റെ അളവ് നഷ്ടപ്പെടുന്നത് കുറയുന്നു. ഫ്ലേവർ ഈസ് റീറ്റെയിൻഡ്. സ്വാദ് നിലനിർത്തുന്നു. ഡിമെറിറ്റ്സ്. ദ പ്രോസസ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ദർ ഈസ് വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ. സമയം കൂടുതലെടുക്കുന്ന പാചക രീതിയാണ് സ്റ്റൂയിങ്. ഇന്ധനം പാഴാകുകയും ചെയ്യുന്നു. മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിൽ അടുത്തതായി പഠിക്കുന്നത് സ്റ്റീമിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഫുഡ് ഇൻ സ്റ്റീം ജനറേറ്റഡ് ഫ്രം വിഗറസ്ലി ബോയിലിംഗ് വാട്ടർ ഇൻ എ പാൻ. ദ ഫുഡ് ടു ബി സ്റ്റീംഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ കണ്ടെയ്നർ ആൻഡ് ഈസ് നോട്ട് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ വാട്ടർ ഓർ ലിക്വിഡ്. സ്റ്റീമിങ്ങിൽ നന്നായി ബോയിൽ ചെയ്യുന്ന പാനിൽ നിന്നും ഉണ്ടാകുന്ന സ്റ്റീം ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. സ്റ്റീം ചെയ്യേണ്ട ഭക്ഷണം ഒരു കണ്ടെയ്നറിൽ വയ്ക്കുകയും ഇതിലേക്ക് സ്റ്റീം കടത്തിവിടുകയും ചെയ്യുന്നു. 3 തരം സ്റ്റീമിംഗ് ആണ് ഉള്ളത്. വെറ്റ് സ്റ്റീമിംഗ്, ഡ്രൈ സ്റ്റീമിംഗ്, വാട്ടർലെസ് കുക്കിംഗ്. വെറ്റ് സ്റ്റീമിങ്ങിൽ ഭക്ഷണം സ്റ്റീമുമായി നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഉദാഹരണത്തിന് ഇഡ്ഡലി. ഡ്രൈ സ്റ്റീമിങ്ങിൽ ഭക്ഷണം ഡബിൾ ബോയിലറിൻ്റെ സഹായത്തോടെയാണ് കുക്ക് ചെയ്യുന്നത്. ഇനി വാട്ടർലെസ് കുക്കിംഗ്. ഭക്ഷണം അലുമിനിയം ഫോയിൽ കൊണ്ട് റാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യുന്നു. ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്റ്റീമിൽ ഈ ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നു. സ്റ്റീമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് എന്ന് നോക്കാം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റീമിംഗ്. സ്റ്റീമിങ്ങിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. ലെസ് ചാൻസ് ഓഫ് ബേണിംഗ് ആൻഡ് സ്കോർച്ചിങ്. കരിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. 2. ടെക്സ്ചർ ഓഫ് ഫുഡ് ഈസ് ബെറ്റർ ആസ് ഇറ്റ് ബിക്കം ലൈറ്റ് ആൻഡ് ഫ്ലഫി. സ്റ്റീമിങ്ങിലൂടെ പാകം ചെയ്യുന്ന ഭക്ഷണം മൃദുവായതും നല്ല സോഫ്റ്റായും കാണപ്പെടുന്നു. 3. കുക്കിംഗ് ടൈം ഈസ് ലെസ് ആൻഡ് ഫ്യൂവൽ വേസ്റ്റേജ് ഈസ് ലെസ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയം കുറവാണ്. അതുപോലെ
ഇന്ധനത്തിൻ്റെ വേസ്റ്റേജും കുറയുന്നു. 4. സ്റ്റീംഡ് ഫുഡ് കണ്ടെയ്ൻ ലെസ് ഫാറ്റ് ആൻഡ് ആർ ഈസിലി ഡൈജസ്റ്റഡ്. സ്റ്റീം ചെയ്ത ഭക്ഷണം പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും ഫാറ്റ് കുറവുള്ളതും ആകുന്നു. 5. ഗുഡ് ഫോർ ചിൽഡ്രൻ ഏജ്ഡ് ആൻഡ് ഫോർ തെറാപ്യൂട്ടിക് ഡയറ്റ്. കുട്ടികൾക്കും പ്രായമായവർക്കും തെറാപ്യൂട്ടിക് ഡയറ്റ് എടുക്കുന്നവർക്കും സ്റ്റീംഡ് ഭക്ഷണം ഉപയോഗിക്കാം. 6. ന്യൂട്രിയൻ ലോസ് ഇസ് മിനിമൈസ്ഡ് ആസ് ദർ ഇസ് നോ ലീച്ചിങ് ആൻഡ് കുക്കിംഗ് ടൈം ഈസ് ലെസ്. ന്യൂട്രിയൻ ലോസ് അഥവാ പോഷകം നഷ്ടപ്പെടുന്നത് വളരെ കുറവാണ്. കുക്കിംഗ് ടൈം കുറവായത് കാരണം ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നത് കുറയുന്നു. ഡീമെറിറ്റ്സ്. സ്റ്റീമിംഗ് എക്യുപ്മെൻറ്റ് ഈസ് റിക്വയർഡ്. സ്റ്റീം ചെയ്യാനായി പ്രത്യേക തരം ഉപകരണം ആവശ്യമാണ്. ദിസ് മെത്തേഡ് ഈസ് ലിമിറ്റഡ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് സെലക്റ്റഡ് ഫുഡ്. ചില ഭക്ഷണങ്ങൾ മാത്രമേ ഈ മെത്തേഡിൽ കൂടി പാകം ചെയ്യാൻ കഴിയുകയുള്ളൂ. മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിൽ അടുത്തതായി പഠിക്കുന്നത് പ്രഷർ കുക്കിംഗ്. ഇൻ ദിസ് മെത്തേഡ് ദ ഫുഡ് ഈസ് completely under pressure, and with increase in pressure the temperature also correspondingly increases. Thus the food is cooked very fast. Actually it is a type of steaming only, in which water is boiled under pressure, thus raising the temperature and reducing the cooking time. ഭക്ഷണം പ്രഷർ ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പ്രൊസീജിയറാണ് പ്രഷർ കുക്കിംഗ് എന്ന് പറയുന്നത്. പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു. ഭക്ഷണം വളരെ വേഗം പാകം ചെയ്യുന്നു. വെള്ളം ഹൈ പ്രഷറിൽ ബോയിൽ ചെയ്യുന്നതിനാൽ ടെമ്പറേച്ചർ കൂടുന്നു. ഇതേ തുടർന്ന് കുക്കിംഗ് ടൈം കുറയുന്നു. പ്രഷർ കുക്കിംഗ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് റൈസ്, ദാൽ, മീറ്റ് തുടങ്ങിയവ. പ്രഷർ കുക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ്: 1. റെഡ്യൂസസ് കുക്കിംഗ് ടൈം. ഭക്ഷണം പാകം ചെയ്യുന്ന സമയം കുറയുന്നു. 2. ഫ്യൂവൽ എഫിഷ്യൻസി ഇൻക്രീസസ്. ഇന്ധനക്ഷമത കൂടുന്നു. 3. ന്യൂട്രിയൻ ലോസ് ഈസ് ലെസ്. ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നത് കുറയുന്നു. 4. ഫുഡ് ഈസ് കുക്ക്ഡ് പ്രോപ്പർലി ആൻഡ് ഈസ് മെയ്ഡ് ടെൻഡർ. ഭക്ഷണം നന്നായി പാകം ചെയ്യപ്പെടുകയും സോഫ്റ്റായി മാറുകയും ചെയ്യുന്നു. ഡിസഡ്വാൻറ്റേജസ്: 1. ലോങ് അവേഴ്സ് ഓഫ് പ്രഷർ കുക്കിംഗ് മേക്ക് ഫുഡ് സോഗി ആൻഡ് ടു സോഫ്റ്റ്. കൂടുതൽ നേരം പ്രഷർ കുക്കിംഗ് ചെയ്യുമ്പോൾ ഭക്ഷണം കുതിർന്നു പോവുകയും തീരെ സോഫ്റ്റായി മാറുകയും ചെയ്യുന്നു. 2. ഫ്ലേവേഴ്സ് ഓഫ് ഫുഡ് മേ മിക്സ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി മേ ബി ലോസ്റ്റ്. ഭക്ഷണത്തിൻ്റെ തനതായ രുചിയും മണവും കൂടിച്ചേരുകയും ഓരോ ഭക്ഷണത്തിൻ്റെയും തനതായ രുചി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. 3. നോളജ് ഓഫ് ദ യൂസേജ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കുക്കർ ഈസ് റിക്വയർഡ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ്. പ്രഷർ കുക്കറിൻ്റെ ഉപയോഗം, സംരക്ഷണം എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകും. മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിൽ അടുത്തതായി പഠിക്കുന്നത് പോച്ചിങ്. ദിസ് ഇൻവോൾവ്സ് കുക്കിംഗ് ഇൻ മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 80 to 85 ഡിഗ്രി, ദാറ്റ് ഈസ് ബിലോ ദ ബോയിലിംഗ് പോയിൻറ്റ്. വളരെ കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ച് 80 to 85 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പാചകം ചെയ്യുന്ന രീതിയാണ് പോച്ചിങ്. എഗ്, ഫ്രൂട്ട്സ്, ഫിഷ് മുതലായവ പോച്ച് ചെയ്യാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പോച്ചിങ്ങിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണ് എന്ന് നോക്കാം. മെറിറ്റ്സ്: 1. നോ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് ഈസ് നീഡഡ്. പ്രത്യേക ഉപകരണം പോച്ചിങ്ങിന് ആവശ്യമില്ല. 2. ക്വിക്ക് മെത്തേഡ് ഓഫ് കുക്കിംഗ് ആൻഡ് ദെയർഫോർ സേവ്സ് ഫ്യൂവൽ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പാചക രീതിയാണ് പോച്ചിങ്. ആയതിനാൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയുന്നു. 3. പോച്ച്ഡ് ഫുഡ് ആർ ഈസിലി ഡൈജസ്റ്റഡ് സിൻസ് നോ ഫാറ്റ് ഈസ് ആഡഡ്. പാചകത്തിന് ഓയിലിൻ്റെ ഉപയോഗം ഇല്ലാത്തതിനാൽ പോച്ച് ചെയ്ത ഭക്ഷണം പെട്ടെന്ന് തന്നെ ദഹിക്കുന്നവയാണ്. ഡീമെറിറ്റ്സ്: 1. പോച്ച്ഡ് ഫുഡ് മേ നോട്ട് അപ്പീൽ ടു എവരിബഡി ആസ് ദേ ആർ ബ്ലാൻഡ് ഇൻ ടേസ്റ്റ്. പോച്ച് ചെയ്ത ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. 2. ഫുഡ് ക്യാൻ ബി സ്കോച്ച്ഡ് ഇഫ് വാട്ടർ ഇവാപ്പറേറ്റ്സ് ഡ്യൂ ടു കെയർലെസ് മോണിറ്ററിംഗ്. ഭക്ഷണം കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. അതിനാൽ മോണിറ്ററിംഗ് വളരെയേറെ ആവശ്യമുള്ള ഒരു പാചക രീതിയാണ്. 3. വാട്ടർ സോളബിൾ ന്യൂട്രിയൻസ് മേ ബി ലീച്ച്ഡ് ഇൻ ടു ദ വാട്ടർ.
വെള്ളത്തിൽ ലയിക്കുന്ന പോഷകങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡിൽ അടുത്തതായി പഠിക്കുന്നത് ബ്ലാഞ്ചിങ്. ഇൻ ദിസ് മെത്തേഡ് ഫുഡ് ഈസ് dipped in boiling water for 5 seconds to 2 minutes, depending on the texture of food. This helps to remove the skin or peel without softening food. Blanching can also be done by pouring enough boiling water on the food to immerse it for some time, or subjecting food to boiling temperature for a short period and then immediately immersing in cold water. This process causes the skin to become loose and can be peeled off easily. ബോയിലിംഗ് വാട്ടറിൽ 5 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെ ബ്ലാഞ്ച് ചെയ്യുന്ന ഭക്ഷണം ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഭക്ഷണത്തിൻ്റെ സ്കിൻ നീക്കം ചെയ്യാനായി ഇത് സഹായിക്കുന്നു. ഭക്ഷണത്തിൻ്റെ മുകളിലായി ബോയിലിംഗ് വാട്ടർ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്താലും ഇതേ എഫക്റ്റ് ഉണ്ടാകുന്നു. ബ്ലാഞ്ച് ചെയ്യുന്ന ഭക്ഷണത്തിന് ഉദാഹരണം ടൊമാറ്റോസ്. ബ്ലാഞ്ചിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ്സ്: 1. പീൽസ് ക്യാൻ ഈസിലി ബി റിമൂവ് ടു ഇംപ്രൂവ് ഡൈജസ്റ്റബിലിറ്റി. ഭക്ഷണപദാർത്ഥത്തിൻ്റെ പുറന്തൊലി പെട്ടെന്ന് തന്നെ കളയാൻ സാധിക്കുന്നു. പുറന്തൊലി കളയുന്നതിനാൽ ദഹനം സുഗമമാകുന്നു. 2. ഡിസ്ട്രോയ്സ് എൻസൈംസ് ദാറ്റ് ബ്രിങ് അബൌട്ട് സ്പോയിലേജ്. ഭക്ഷണം ചീത്തയാക്കാൻ കാരണമാകുന്ന എൻസൈമുകളെ നശിപ്പിക്കുന്നു. 3. ടെക്സ്ചർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് വൈൽ ഇംപ്രൂവിങ് കളർ ആൻഡ് ഫ്ലേവർ ഓഫ് ഫുഡ്. ഭക്ഷണത്തിൻ്റെ നിറവും മണവും മെച്ചപ്പെടുത്തുന്നു. ഘടനയിൽ വ്യത്യാസം ഒന്നും തന്നെ വരുത്തുന്നില്ല. ഡിമെറിറ്റ്സ്: 1. ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഇഫ് കുക്കിംഗ് വാട്ടർ ഈസ് ഡിസ്കാർഡഡ്. പോഷകങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്ന ലിക്വിഡ് കളയുകയാണെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ലോസ് ഉണ്ടാകുന്നു. 2. ബ്ലാഞ്ചിങ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എവറി ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ്. എല്ലാ ഫുഡ് ഐറ്റംസിനും ബ്ലാഞ്ചിങ് എന്ന പാചക രീതി യോജിക്കുന്നതല്ല.